മിക്സിക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ സെപ്പറേറ്റ് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മിക്സി ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ മിക്സി ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ അതിന്റെ മുകളിൽ ജാറുകൾ വെക്കാം. നമ്മുടെ പരിപാടികൾ കഴിഞ്ഞാൽ നേരെ ഉള്ളിലേക്ക് പുഷ് ചെയ്ത് വെക്കാം. വർക്ക് ഏരിയ പൊതുവേ നമ്മൾ ഒരു വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താ നിങ്ങൾ കാണിക്കാത്തതെന്ന്. അപ്പോൾ നമ്മൾ പൊതുവെ വർക്ക് ഏരിയ കാണിക്കാത്തത് അവിടെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അവിടെ ഭയങ്കര മെസ്സി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിലെ വർക്ക് ഏരിയ ഒരു കാരണവശാലും കാണിക്കാതിരിക്കാൻ നമുക്ക് തോന്നിയില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയി ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷനെ കൊണ്ട്. ഇപ്പോൾ ഈ ഒരു വർക്ക് ഏരിയകൾ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ACP അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തിട്ട് അതിൽ ACP ഫിനിഷ് ചെയ്തിട്ടുള്ള വർക്ക് ഏരിയ ആണ്. ഈ ഒരു വർക്ക് ഏരിയയിൽ നമുക്ക് യൂട്ടിലിറ്റിക്ക് കൂടുതൽ സ്പേസ് കിട്ടാനായിട്ട് നല്ലൊരു ടോളർ യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സാധനങ്ങൾ അവിടെ സ്റ്റോക്ക് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല ഈ ഒരു വർക്ക് ഏരിയയിൽ എപ്പോഴും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളെ മിക്സി. അപ്പോൾ മിക്സിക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ സെപ്പറേറ്റ് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മിക്സി ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ മിക്സി ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ അതിന്റെ മുകളിൽ ജാറുകൾ വെക്കാം. നമ്മുടെ പരിപാടികൾ കഴിഞ്ഞാൽ നേരെ ഉള്ളിലേക്ക് പുഷ് ചെയ്ത് വെക്കാം. ഇതിന്റെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ഉള്ളിൽ തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വയർ കണക്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ വർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തത്. പിന്നെ ഈ ഗ്രാനൈറ്റിൽ തന്നെ നമുക്ക് ഇത് നമ്മളെ സിങ്ക് യൂസ് ചെയ്യുന്ന സ്പേസ് ആണ്. സിങ്ക് യൂസ് ചെയ്യുന്ന സ്പേസ് ആയതുകൊണ്ട് വെള്ളം പുറത്തേക്ക് തെറിക്കാതിരിക്കാനായിട്ട് ഈ ഒരു ഗ്രാനൈറ്റിന് പോകുന്ന ചെറിയൊരു കട്ടിങ് ഇട്ട് ഡിപ്പാക്കിയിട്ടാണ് ഈ ഒരു സ്പേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവിടുന്ന് തെറിക്കുന്ന വെള്ളം നമ്മളെ ഈ ഒരു കുക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് പോവുകയില്ല. അപ്പോൾ ഇതേപോലൊക്കെ നമുക്കൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വർക്കിങ്ങിന് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും. എന്ന് മാത്രമല്ല സ്പേസ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് 100% ഒരു വേസ്റ്റേജോ കാര്യങ്ങളോ ഇല്ലാതെ വളരെ വൃത്തിയായി യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും.